ബാക്കിയുള്ളവർക്കൊന്നും ഒരു ചുക്കും ചെയ്യാനും പറ്റത്തില്ല. എന്നാൽ ബാക്കിയുള്ളവൻ ചെയ്യുന്നതൊട്ടും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതുമില്ല. ആ മനുഷ്യനൊരു ക്വാളിറ്റി ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും ഈ പുള്ളിക്കാരനെ അക്സെപ്റ്റ് ചെയ്തത്. ഈ മനാഫിനെ ആയാലും മാൽപ്പെ ആയാലും ഇവരെയൊക്കെ ഇനിയും ഇങ്ങനെയൊക്കെയുള്ള അനാവശ്യങ്ങൾ പറഞ്ഞ് ദൈവത്തെ ഓർത്ത് മാനസികമായി ബുദ്ധിമുട്ടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാൻ നോക്കുക. കാര്യം ഞാൻ വേറെ കുറേ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ഈ കുറേ വായി നോക്കിയാൽ ഈ വർഗീയത വന്ന് പറയുന്നവന്മാരുണ്ട്. വേറെ കുറേ ബോധമില്ലാത്ത കുറേ എണ്ണം ഫേസ്ബുക്കിനകത്ത് വന്നിരുന്നത് തോന്നിവാസം എഴുതി വിടുന്നവരുണ്ട്. കാര്യം അവരെയൊക്കെ സത്യം പറഞ്ഞാൽ മൈൻഡ് ചെയ്യാതിരിക്കുക. കാര്യം ഒരു ബോധവും വിവരവും ഇല്ലാത്തവരാ. സമൂഹത്തിന് വേണ്ടി ഒരു കാര്യം പോലും ജീവിതത്തിൽ ചെയ്യാത്ത ആൾക്കാരാണ് വന്നിരുന്ന് ഈ തോന്നിവാസം പറയുന്നത്. കാര്യം വേറെ മാർഗ്ഗവുമില്ല. കാര്യം ആ തോന്നിവാസം പറഞ്ഞിട്ട് അതിൽ കൂടി കാശുണ്ടാക്കുക. മനസ്സിലായ? പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു എത്തിക്സ് വേണം. അതുപോലും ഇല്ല. അങ്ങനെയുള്ള ആൾക്കാരാണ് അവന്മാർ. അവരെയൊക്കെ കഴിവതും അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാര്യം ഇത്ര നല്ല കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒപ്പം നിന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.